ഹലോ ഉണ്ണികളെ, നമുക്കിന്ന് ഗസ് ഹൗ മച്ച് ഐ ലവ് യു ബൈ സാം മഗ്നയുടെ കഥ വായിക്കാം. ഇതൊരു കുഞ്ഞു മുയലിൻ്റെ അമ്മ മുയലിൻ്റെയും കഥയാണ്. അപ്പം കുഞ്ഞു മുയലും അമ്മ മുയലും എന്താ ചെയ്യാൻ പോകുന്നേ? കുഞ്ഞു മുയൽ ഉറങ്ങാൻ പോകുമായിരുന്നു. അപ്പം അതിന് മുന്നേ അമ്മ മുയലിൻ്റെ ചെവിയിൽ മുറുക്കെ പിടിച്ചു. അവൻ തന്നെ ഉറങ്ങുന്നതിന് മുന്നേ മുറുക്കെ പിടിച്ചതെന്നറിയാവോ? അമ്മ മുയലിനോട് ഒരു കാര്യം പറയാൻ പോവുക. അപ്പം അമ്മ മുയൽ ഫുൾ കേട്ടെന്ന് ഉറപ്പ് വരുത്തണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് അമ്മ മുയലിൻ്റെ ചെവിയിൽ മുറുക്കെ പിടിച്ചത്. എന്നിട്ട് ചോദിച്ചു, എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഇല്ല, എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അമ്മ മുയൽ പറഞ്ഞു. കണ്ടോ, ചെവി പിടിച്ച് പറയുന്നത് കേട്ടോ, ചെവി പിടിച്ച് ചോദിക്കുക, എനിക്ക് അമ്മ എത്ര ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയാവോ എന്നാണ് ഈ ചോദിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടി മുയൽ ഒരു മരത്തിൻ്റെ കൊമ്പിൽ കയറി നിന്നിട്ട് കൈയൊക്കെ വിടർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ഇത്ര ഇഷ്ടമാണ് അമ്മേനെ എന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്ത് ചെയ്തു? അമ്മയുടെ കൈ അങ്ങ് വിടർത്തി. എനിക്ക് നിന്നെ ഇത്ര ഇഷ്ടമാന്ന് പറഞ്ഞ് കൈ മൊത്തം വിടർത്തി കാണിച്ചു. അപ്പം കുട്ടിമുയൽ അത് കണ്ടിട്ട് വിചാരിച്ചു, ഓ, അത് ഒത്തിരി ഉണ്ടല്ലോ, അമ്മയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണല്ലോ. അത് കഴിഞ്ഞപ്പം കുട്ടിമുയൽ എന്ത് ചെയ്തു? കാലൊക്കെ നീട്ടി കൈയൊക്കെ പൊക്കി എത്തിപ്പിടിച്ച് പൊങ്ങിയിട്ട് പറഞ്ഞു, എനിക്ക് എത്ര ഹൈ റീച്ച് ചെയ്യാമോ അത്രയും എനിക്ക് അമ്മയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആഹാ, അത് ശരി, അപ്പം എനിക്ക് നിന്നെ ഇത്ര ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞാൽ അമ്മ മുതൽ കാലൊക്കെ പൊക്കി കൈയൊക്കെ എത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇത്ര ഇഷ്ടമാണെന്ന്. അപ്പം കുട്ടിമുതൽ പിന്നെ വിചാരിച്ചു, ഓ, അത് ഒത്തിരി ഉണ്ടല്ലോ, എനിക്കും അതുപോലെ നീളമുള്ള കൈ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. പിന്നെ കുട്ടിമുയൽ എന്ത് ചെയ്തെന്നോ, വേറെ ഐഡിയ തോന്നി. വേഗം ചെന്ന് മരത്തിൻ്റെ അടുത്ത് തല കുത്തി നിന്ന്. എന്നിട്ട് കാല് വെച്ച് എത്ര നീട്ടാവോ അത്രയും നീട്ടി പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ കാല് എത്ര നീട്ടാവോ അത്ര ഇഷ്ടം അമ്മേനെ എന്ന് പറഞ്ഞു. അപ്പം അമ്മ അത് നോക്കിയിട്ട് എന്ത് ചെയ്തു? അമ്മ കുട്ടിമുയലിനെ എടുത്ത് നീക്കി അങ്ങ് സ്വിങ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം കുട്ടിമുയൽ വിചാരിച്ചു, ഓ, അത് നല്ല പൊക്കത്തിലാണല്ലോ. പിന്നെ കുട്ടിമുയൽ പറഞ്ഞു, എനിക്ക് എത്ര പൊക്കത്തിൽ ചാടാവോ എനിക്ക് അത്ര ഇഷ്ടമാകുന്നതിന് ഞാൻ നല്ല പൊക്കി ചാടി ചാടി കാണിച്ചു. കണ്ടോ, ചാടി 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 കാണിച്ചു. അപ്പം അമ്മ എന്നെ ചെയ്തു? ഒറ്റച്ചാട്ടം മരത്തിൻ്റെ വലിയ ചില്ലയിൽ പോയി കൊണ്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം കുട്ടികൾ ചോദിച്ചു, ഓ, എന്ത് നല്ല ഹോപ്പിങ്ങാ, എനിക്ക് അതുപോലെ ഹോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടിമുയലിന് മനസ്സിലായി, രക്ഷയില്ല, കൈ നീട്ടിയിട്ടും കൈ വിടർത്തിയിട്ടും ചാടിയിട്ടും ഒന്നും രക്ഷയില്ല, അമ്മയ്ക്ക് എന്താണ് നീളം കൂടുതൽ. പിന്നെ കുട്ടിമുയൽ എന്ത് ചെയ്തെന്നോ, അങ്ങ് ദൂരോട്ട് നോക്കി. ദൂരോട്ട് നോക്കിയപ്പം ദൂരെ ഒരു പുഴ കണ്ടു. അപ്പം പറഞ്ഞു, അമ്മ അങ്ങോട്ട് നോക്കിക്കേ, ആ പുഴയുടെ അങ്ങ് വരെ എനിക്ക് അമ്മയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം അമ്മ മുയൽ നോക്കിയിട്ട് പറഞ്ഞു, ആ പുഴ കഴിഞ്ഞ് മല കഴിഞ്ഞ് പിന്നെയും പോകത്തില്ലേ, അവിടം വരെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അമ്മ മുയൽ. ഓ, അതെന്ത് ദൂരമാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടിമുയലിന് ഉറക്കം വന്നു. കണ്ണൊക്കെ തിരുമ്മി ചിന്തിക്കാൻ വയ്യാത്ത ഉറക്കം വന്നിട്ട് ഇപ്പോൾ ഉറങ്ങിപ്പോകുന്ന മട്ടായി. അപ്പം ചിന്തിക്കാൻ വയ്യാന്നായി. അങ്ങ് ദൂരോട്ട് നോക്കിട്ടോ, അതെന്ത് ദൂരമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അങ്ങ് ദൂരെ എന്താ ആകാശം കണ്ടു. ഓ, ആകാശത്തിൻ്റെ അപ്പുറം ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് അമ്മ മുയൽ കുട്ടുമുയലിനെ കയ്യിലെടുത്ത് ഇങ്ങനെ പിടിച്ചേക്കുക. അപ്പം കുട്ടുമുയൽ ചോദിച്ചു, ആകാശത്തിൻ്റെ അപ്പുറം ഒന്നും ഇല്ലല്ലോ. അപ്പം കുട്ടുമുയൽ അമ്മ മുയലിനോട് എന്നാ പറഞ്ഞേ, മിടുക്കനാട്ടോ കുട്ടുമുയൽ. കുട്ടുമുയൽ അമ്മ മുയലിനോട് പറഞ്ഞു, അമ്മ മുയലേ, മൂൺ കണ്ടോ, എനിക്ക് അമ്മയെ അങ്ങ് മൂൺ വരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം അമ്മ മുയൽ പറഞ്ഞു, ശരിയാ, അത് നല്ല ദൂരമാണ്, വെരി വെരി ഫാർ തന്നെയാണ്, എന്തായാലും നീ നല്ലപോലെ ഉറങ്ങിക്കോ എന്നും പറഞ്ഞിട്ട് ഇലയൊക്കെ കൂട്ടി ഒരു സോഫ്റ്റ് കട്ടിലുണ്ടാക്കി നമ്മുടെ കുട്ടുമുയലിനെ അവിടെ കിടത്തി. എന്നിട്ട് കുട്ടുമുയലിൻ്റെ തലയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തു, ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു. എന്നിട്ട് കുട്ടുമുയൽ ഉറങ്ങിക്കഴിഞ്ഞപ്പം അമ്മ മുയൽ കുട്ടുമുയലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ മൂൺ വരെ പോയി
തിരിച്ചു വരുന്നത്ര ഇഷ്ടമാ. കണ്ടോ? ഇതെല്ലാം അമ്മമാർക്കും അവരുടെ ഉണ്ണികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ കഥയാണ്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കഥ വരെ ബൈ ബൈ.